വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലി താൻ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയത്. അതിലൊരു കൊലപാതകം കൂടരഞ്ഞിയിലും മറ്റൊരു കൊലപാതകം കോഴിക്കോട് വെള്ളയിൽ ബീച്ചിന് സമീപത്തുമായിരുന്നു. 1989 ഇതിൽ വെള്ളയിൽ ബീച്ചിലെ കൊലപാതകം ഉണ്ടാകുന്നത്. ആ സമയത്ത് അതൊരു തെളിയിക്കാത്ത കേസായി മാറ്റിയ അന്നത്തെ നടക്കാവ് CI N സുഭാഷ് ബാബുവാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് അങ്ങേക്ക് അന്നത്തെ ആ ഒരു കേസിനെ കുറിച്ച് ഇപ്പോൾ ഓർമ്മ വരാനുള്ളൊരു കാരണം? അതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സർവീസിൽ അന്വേഷിച്ച കേസുകളിൽ കൊലക്കേസ് വാദിയെ അറിയില്ല, പ്രതിയെ അറിയില്ല, സാക്ഷികളുമില്ല, സാഹചര്യ തെളിവുകളുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അന്ന് ഞാൻ ക്ലോസ് ചെയ്തൊരു കേസാണ്. അതായതുകൊണ്ട് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. പക്ഷേ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അത് ശവശരീരം കാണുന്ന അവസരത്തിലും ഇൻക്വസ്റ്റ് നടക്കുക പോസ്റ്റ്മോർട്ടം സമയത്തൊന്നും ഞാനല്ല അവിടെ. അതിന് ശേഷമാണ് ഞാനവിടെ എത്തുമ്പോൾ അത് അന്വേഷണാവസ്ഥയിലുള്ളൊരു കേസാണ്. അപ്പോൾ ആ കേസിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എന്ന് പരിശോധിച്ചതിന് ശേഷം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷം യാതൊരു രീതിയിലും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അതിനി അന്വേഷണാവസ്ഥയെ തുടർന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ആ കേസിൻ്റെ അന്വേഷണം നിർത്തിവെക്കുകയും അത് ഒരു തുമ്പുണ്ടാക്കാൻ, അതായത് തെളിയിക്കാൻ പറ്റാത്ത ലിസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലും മറ്റേ നോസ്ട്രൽസ്, അതായത് അതിന് ഉള്ളോട്ടുള്ള ഭാഗങ്ങളിലും മണ്ണുണ്ടായിരുന്നു എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വായിച്ചതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മ വന്നു. അങ്ങനെയാണ് നടക്കാവിൽ നിന്ന് AC എന്നെ വിളിച്ച് ചോദിച്ചാൽ പറയാൻ ഇങ്ങനൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മണ്ണിൽ താഴ്ത്തി കൊന്നു എന്നൊക്കെ അദ്ദേഹം പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് സമാനതകളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സംഭവം ശരിയാകാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ഇപ്പം അദ്ദേഹം ഈ പ്രതി കുറ്റസമ്മതം നടത്തിയ മുഹമ്മദ് അലി പറയുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് എനിക്കത് അന്ന് പ്രതികാരം അന്നേരം ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനൊരു അവസരം ഞാൻ കാത്തിരുന്ന് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഒരു കഞ്ചാവ് ബാബു ഒരു ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവനിങ്ങനെ ബീച്ചിലുണ്ട്. കഞ്ചാവ് ബാബു എന്ന് പറയുന്ന ആൾ ഇവിടെയൊക്കെ അന്ന് ഉണ്ടായിരുന്നു? ഉണ്ട്, കഞ്ചാവ് കയറുന്ന ഒരു ജോസ് ഉണ്ടായിരുന്നു, തിരുവാമ്പാടിക്കാരനൊരു ജോസ്. അവരിവിടുത്തെ പ്രസിദ്ധനായൊരു പിന്നെ ഈ ഇതേമാതിരിയുള്ള ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകാരായിട്ട് സഹായികളായിട്ട് നിന്ന് കുറേ പേരുണ്ടായിരുന്നു. അതിൽപ്പെട്ടൊരാളായിട്ടാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എന്തായാലും ശരി, ഈ സംഭവം അതുകൊണ്ട് സത്യമായിരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാം. ഇപ്പം കൂടരഞ്ഞിയിലെ കേസായാലും ശരി, ഇതും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അറിയാൻ പറ്റില്ല. എന്തായാലും അവിടെ കൂടരഞ്ഞിയിലുള്ളത് ഈ ആളാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആളവിടെ പണിയെടുത്തിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ പിന്നെ മലപ്പുറം ഇവിടെ കണ്ണൂരും പാലക്കാടും എവിടെ ഉള്ള ആളുകളാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവർ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതും ഈ ബാബുവിനെ ഇനി ആദ്യം അതിനകത്ത് യാതൊരു തെളിവുമില്ല, മുന്നോട്ട് കൊണ്ടുപോകാനൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഈ ബാബുവിനെ കണ്ടുപിടിക്കാൻ ജീവനോടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളുമല്ലോ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിലൂടെ ഈ കേസ് മുന്നോട്ട് ഒരു പ്രയാണത്തിനുള്ള ഒരു അവസരം തുറന്നിട്ടുണ്ട്. അതിന് ഈ കഞ്ചാവ് ബാബു ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണോ? അല്ല, ഇവിടുത്തുകാരനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അന്നത്തെ ഈ ക്രൈം സ്ക്വാഡിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല. അവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഞാൻ അങ്ങനെ ഒരാളുള്ളതായിട്ട് ഞാൻ പേരെനിക്ക് ഓർമ്മ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ അയാൾ എവിടെയാണ് എന്താണെന്നും അഡ്രസ്സൊന്നും എനിക്കറിയില്ല. ചിലപ്പം ഫയലുകളിൽ അയാളുടെ അഡ്രസ്സ് ഉണ്ടാവും, ഏതെങ്കിലും കേസിലെ ഫയലുകളിൽ അയാളുടെ അഡ്രസ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അന്നും കഞ്ചാവ് കേസുകളും അന്നും ബ്രൗൺ ഷുഗറൊക്കെ വന്ന കാലത്താണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ എന്തായാലും ഇവർ പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഈ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ ഒരു സ്വഭാവക്കാരായിരുന്നു അവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ കുറച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട്സായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഈ ഒരു ഗ്യാങ്ങിൽപ്പെട്ട പാർട്ടീസായിരുന്നു. അങ്ങനെയാണ് അവരെല്ലാം ബംഗ്ലാദേശ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയി. പിന്നെ അവരെല്ലാം ഇവിടെ നിന്ന് പോയി, പിന്നെ പല സ്ഥലത്തും പോയി. അപ്പോൾ അവരെയൊക്കെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തി ആരാണെന്നും അദ്ദേഹം ജീവനോടെ എന്നും കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ കേസിൽ മുന്നോട്ടൊരു അന്വേഷണത്തിൻ്റെ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മുൻപത്തെ സാഹചര്യത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കേസ് നമ്മൾ ക്ലോസ് ചെയ്തു. പിന്നെ ഇപ്പം കോടതിയിൽ അവർ അന്വേഷിച്ചു, കേസിന് അവിടെ നിന്ന് റെക്കോർഡുകളൊന്നും കിട്ടിയിട്ടില്ല.
അത് തിരഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇത് ഉണ്ടാവേണ്ടതാണ് കേസ്. കാരണം ഇത് ഈ ഒരു കേസ് തെളിയിക്കുക എന്നുള്ളത് ദുഷ്കരമായിരിക്കുമോ പോലീസിനെ സംബന്ധിച്ച്? അത് എന്തായാലും തെളിവ് പൂർണ്ണമായിട്ട് ഒരു ശിക്ഷയിലേക്ക് കിട്ടാവുന്ന രീതിയിൽ തെളിവ് കൊണ്ടുപോകാൻ സാധ്യത കുറവാണ്. പിന്നെ ഒരാളുടെ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ശിക്ഷിക്കാൻ പറ്റില്ല. അതിന് ഉപോത്ബലകമായി അതുമായിട്ട് പൂരകമായിട്ട് മറ്റ് തെളിവുകളും കൂടെ വന്നാൽ മാത്രമേ കുറ്റസമ്മതം വഴി പോലും സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊരു പ്രധാന ഘടകമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാം. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അന്വേഷണം നോക്കി കിട്ടിയില്ലെങ്കിൽ അയാൾ ഇറങ്ങിപ്പോവും, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും പോലീസിന് വളരെ ശ്രദ്ധയോടുകൂടി അന്വേഷിച്ച് ഈ ഫയലുകളൊക്കെ ലഭ്യമാക്കാൻ പോകണം. പിന്നെ പണ്ട് ഞങ്ങൾക്ക് ക്രൈം ആൻഡ് ഒക്കറൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഡീറ്റെയിൽസൊക്കെ എല്ലാ ആഴ്ചയിലുണ്ട്, വീക്കിലി ഉണ്ട്, പിന്നെ മന്ത്ലി ഉണ്ട്. പിന്നെ ഒരു പോലീസ് ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതേമാതിരിയുള്ള അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള അൺനാച്ചുറലത്തെ UD ആയിട്ടുള്ള കേസ്, അൺഡിറ്റക്റ്റഡ് ആയ വിവിധ തരം കേസുകൾ, പിന്നെ ഇതേമാതിരിയുള്ള കേസുകളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിനകത്തിലുണ്ടാവും. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ എന്തായാലും അത് കിട്ടാം. പിന്നെ ആനുവൽ ക്രൈം റിവ്യൂകളുണ്ടാവും. അതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ വിവരങ്ങൾ ശേഖരിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പോലീസിന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇതിലിപ്പം കഴിഞ്ഞ ദിവസം അന്നത്തെ തിരുവമ്പാടി SI ആയിരുന്ന തോമസ് പറയുന്നത്, ഒരുപക്ഷെ ഇയാൾ പറയുന്നത് കളവായിരിക്കാം എന്നാണ്. കാരണം കൂടരഞ്ഞിയിൽ അന്ന് നടന്ന ആ മരണം അത് കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ അന്ന് യാതൊരുവിധ തെളിവുകളും ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ മുഹമ്മദ് അലി പറയുന്നത് കളവായിരിക്കാം എന്നാണ് തോമസ് പറയുന്നത്. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇയാൾ ഒരു കളവ് പറയുന്നതാവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പം കൂടരഞ്ഞിയിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കൂടരഞ്ഞിയിൽ സംഭവം ഉണ്ടായത് പറയുന്നത് എന്താ പറയുക, അദ്ദേഹത്തിനെ പിന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസ്, സ്വവർഗാരതി സംബന്ധമായിട്ട് ആവശ്യത്തിന് ഇദ്ദേഹത്തിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കയറി പിടിക്കുകയും ബലപ്രയോഗം നടത്തുകയൊക്കെ ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം അത് സഹിക്കാൻ വയ്യാതെ ആ വ്യക്തിയെ ഒരു ചവിട്ടുകയോ എന്തോ ചെയ്തപ്പം അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഈ പെട്ടെന്ന് ചവിട്ടുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ നിമിഷങ്ങളേക്ക് ചിലപ്പം ബോധം ഇല്ലാത്തൊരു ഈ അവസ്ഥയിൽ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ, അവിടെ ചെറിയ വെള്ളമാണ്, അവിടെ 1.5 അടി വെള്ളം മറ്റുള്ളൂ എന്നാണല്ലോ പറയുന്നത്. ആ വെള്ളത്തിൽ ഇയാൾ കമഴ്ന്ന് വീണ് കഴിഞ്ഞ് പെട്ടെന്നുള്ള ഈ ഷോക്കിൽ നമുക്കറിയാം, നമുക്കൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിലേക്കൊന്നും ശ്വാസം കിട്ടില്ല. അപ്പോൾ അത് അദ്ദേഹം കമഴ്ന്ന് വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ഡ്രൗണിങ് ആയിട്ടാണ് വന്നിരുന്നത്. ഈ വെള്ളത്തിൽ മരിക്കില്ല. അപ്പോൾ അങ്ങനെ മരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതൊരു കൊലപാതകമാണെന്നും അതുപോലെ അതിനൊരു സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് അവർ കൊലപാതകമാക്കിയത്. അത് ശരിയാണ്, സംഭവം ശരിയാണ്. ഇയാൾ സമ്മതിക്കുന്നത് സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന കഥയും ഇതിനകത്തിലെ പോസ്റ്റ്മോർട്ടം അന്ന് ചെയ്തിരിക്കുന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. അതുപോലെ ഇവിടുത്തെ കേസും ഈ സംഭവങ്ങൾ ശരിയാണ്. ചെയ്തത് ഇയാളാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് പറയാം. 2 സംഭവങ്ങൾ സത്യമായിട്ട് ഞാനാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്കത് കളവാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയെന്നുള്ള രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ. ഏതായാലും ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ തേടിയാണ് പോലീസിൻ്റെ യാത്ര. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.